Hi all, welcome to Easy Econom. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദി അസോസിയേറ്റ് ട്രിപ്പിൾ വൺ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന പേപ്പറിന്റെ സെക്കൻഡ് യൂണിറ്റ് ആണ്. സോ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഓൾറെഡി കാൾമാർക്സിന്റെ ഒട്ടേറെ ഫിലോസഫിക്കൽ തോട്ട്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ തിയറീസും മറ്റു കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ യൂസ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ എന്താണ്, ഫെറ്റിഷിസം, കൊമോഡിറ്റി എന്താണ്, അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ എന്താണ്, യൂസ് വാല്യൂ എന്താണ്, ഇങ്ങനെ പല പല ഡേവിഡ് റിക്കാർഡോ പോലെയുള്ള പല എക്കണോമിസ്റ്റുകളിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കാൾമാർക്സ് കൊണ്ടുവന്നിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ്. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് യൂസ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ പോലെയുള്ള സംഭവങ്ങളാണെന്ന് പറഞ്ഞു. സോ നമുക്കറിയാം അവിടുത്തെ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് കൊമോഡിറ്റി ആണ്. അതായത് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു നിർമ്മിക്കുന്നതും അതിനകത്തുള്ള ഡിഫറെന്റ് നീഡ്സ്, മോഡ്സ് എന്തൊക്കെയാണ്, ക്ലാസ് റിലേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ ഇനി ഒരു വസ്തു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വാല്യൂ എങ്ങനെയൊക്കെയാണ്, അത് മനുഷ്യർക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്നിങ്ങനെയുള്ള ആസ്പെക്റ്റുകളുമായിട്ടാണ് ഈ യൂണിറ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൊമോഡിറ്റി എന്ന് നോക്കാം. എന്താണ് സിംപ്ലി കൊമോഡിറ്റി എന്ന് പറയുന്നത്? ഒരു എക്കണോമിക് പ്രോഡക്റ്റിനെ തന്നെയാണ് നമ്മൾ കൊമോഡിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് സോഷ്യൽ റിലേഷൻസിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു എക്കണോമിക് ഔട്ട്കം, ഒരു വസ്തു എന്താണ്, ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇത്തരത്തിൽ ഒരു കൊമോഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പലതരത്തിലുള്ള സോഷ്യൽ റിലേഷൻസ്. ഈ സോഷ്യൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ തന്നെ നടക്കുന്ന എന്താണ് പല ഗ്രൂപ്പ് ഓഫ്, നമ്മൾ പറഞ്ഞു എന്താണ് വർക്കേഴ്സ് തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് ഓണറും വർക്കറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഈ സോഷ്യൽ റിലേഷൻസിന്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്കണോമിക് പ്രോഡക്റ്റ്, അതിനെയാണ് നമ്മൾ പൊതുവെ കൊമോഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ കൊമോഡിറ്റി എന്ന് പറയുന്നത് എന്തിനു വിധേയമാണ്? വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വിധേയമായിട്ടുണ്ട്. ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ മാർക്കറ്റ് എന്ന് നമുക്ക് പറയുന്നത്. നമുക്കൊരു മാർക്കറ്റിൽ പൊതുവിടത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്നിൽ സെല് ചെയ്യാം അല്ലെങ്കിൽ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കൊമോഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ കൊമോഡിറ്റിക്ക് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റലിസം എമേർജ് ചെയ്യുന്ന സമയത്ത് ഒട്ടേറെ എന്താണ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊമോഡിറ്റീസ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ക്യാപിറ്റലിസത്തില് മെഷീൻസ് അല്ലെ, മെഷീൻസ് ഒക്കെ ഒരുപാട് പുതിയ പുതിയ ടെക്നിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് എന്താണ് ബൾക്ക് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് നമുക്ക് സാധ്യമാണ്. വളരെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് തന്നെ എന്താണ് മാൻ പവർ കുറച്ചുകൊണ്ട് എന്നാൽ മെഷീൻ പവറിന്റെ സഹായത്തോടെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഈ ഒരു പ്രോഡക്റ്റുകളുടെ അക്യുമുലേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ വളരെ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊമോഡിറ്റീസിന് ഒരു പർപ്പസ് ഉണ്ട്. എന്തായിരിക്കും പർപ്പസ് എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, എന്താണ് എന്തെങ്കിലുമൊക്കെ മനുഷ്യരുടെ നീഡ്സ്, സോഷ്യൽ നീഡ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങളെയാണ് കൊമോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സോഷ്യൽ റിലേഷൻസിന്റെ റിസൾട്ട് ആണെന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്താണ് കൊമോഡിറ്റി? നമ്മൾ എന്താണ് നമുക്ക് ചുറ്റിനും തന്നെ ഒരുപാട് കൊമോഡിറ്റീസ് ഉണ്ട്. നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഈവൻ ഫുഡ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഏതൊരു സാധനത്തെയും നമുക്ക് കൊമോഡിറ്റി എന്നാണ് പറയാൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കൊമോഡിറ്റിയുടെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ഒരു വസ്തുവിന് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലേബർ പവറിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു വസ്തു ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾ അല്ലെങ്കിൽ ഒരു എത്രത്തോളം സമയം നമ്മൾ അതിനകത്ത് ചിലവഴിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ടാണ് ഒരു ലേബർ അതിനു വേണ്ടി കൊടുക്കുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ വസ്തുവിന്റെ വില നമ്മൾ നിർണ്ണയിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് എടുക്കാം അല്ലെ, സ്വർണം എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും വില കിട്ടുന്നതിനുള്ള കാര്യം എന്തുകൊണ്ടാണ്? അതിന്റെ ആ ഒരു പ്രോസസ്സ്, അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്ത് നമ്മൾ ഈ കാണുന്ന ഓർണമെന്റ്സ് എന്നൊരു നിലയിലേക്ക് എത്തിക്കാനായിട്ട് അതിന് അത്രയും എന്തുണ്ട്, എഫേർട്ടുകൾ കൊടുക്കണം, സമയമെടുക്കും. അതുപോലെ തന്നെ അത് ഉണ്ടായി വരാനായിട്ട് ടൈം എടുക്കും. എപ്പോഴും അവൈലബിൾ ആവുന്ന സാധനമല്ല. അതുപോലെ തന്നെ ഡയമണ്ട് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെല്ലാം അതിന്റെ ഒരു കൊമോഡിറ്റി ആയി നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അത്രയും എന്താണ് റെയർ ആണ്. സോ അത്തരത്തില് നമ്മൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ടൈമാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ അവൈലബിലിറ്റി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കൊമോഡിറ്റിയുടെ വാല്യൂ നമ്മൾ തീരുമാനിക്കും. ഇനി ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ഫാക്ടേഴ്സ് ആണ് കൊമോഡിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള കൺസെപ്റ്റ് ആണ് യൂസ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കൊമോഡിറ്റി, അതിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് യൂസ് വാല്യൂ ഓഫ് കൊമോഡിറ്റി.
കമോഡിറ്റി. അതായത് യൂസ് വാല്യൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ആ ഒരു വസ്തുവിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ലേബർ ഉണ്ടാകുന്നത് അപ്പോഴാണ് അതിന് എന്തുണ്ടാകുന്നത്, മൂല്യം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. മാർക്സിന്റെ അഭിപ്രായം അനുസരിച്ച് പ്രധാനമായിട്ടും അതിനകത്ത് അദ്ദേഹം രണ്ട് എലമെന്റ് ആണ് പറയുന്നത്, ഒന്ന് മാറ്ററും രണ്ട് ലേബറും. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഗോൾഡിന്റെ കാര്യം. എന്താണ് അതിലെ മാറ്റർ എന്ന് പറഞ്ഞ ഗോൾഡ് ആണ്, അതൊരു ഓർണമെന്റ് ആയി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഒട്ടേറെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു ലേബർ പവറും അതിനകത്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ലേബർ പവറും ഈ മാറ്ററും കൂടി ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റിന് യൂസ് വാല്യൂ ഉണ്ടാകുന്നത്. ആ യൂസ് വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, അതിനകത്തുള്ള എഫേർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ഈ ഒരു വസ്തു എപ്പോഴാണ് മൂല്യമുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതിനകത്തൊരു ലേബർ പവർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു മാറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് എപ്പോഴും ഒരു യൂസ് വാല്യൂ ഉണ്ടാകുന്നത്. ഒരു യൂസ്ഫുൾ ലേബർ എപ്പോഴാണ് ഒരു വസ്തു, ഇപ്പോൾ ഒരു ഏതൊരു സാധനം ആയിരുന്നാലും ഒരു നമ്മളൊരു പോട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ട് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഒരു ചെടിയിൽ നിന്ന് നമ്മളൊരു പോട്ട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ചെടിയായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. പകരം അതിനെ നമ്മളൊരു നല്ല ഷേപ്പിലേക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആക്കി ഒരു ഷേപ്പിലേക്ക് മാറ്റി ഒരു കണ്ടെയ്നറിന്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, അതിനൊരു മൂല്യം ഉണ്ടാകുന്നത്. സോ അത് തന്നെയാണ് യൂസ് വാല്യൂ എന്ന് പറഞ്ഞൊരു എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ലേബർ അതിനകത്ത് എംബഡി ചെയ്യുന്ന സമയത്ത്, ഒരു നല്ല ആർട്ടിഷ്യൻ ആയിട്ടുള്ള ഒരു ലേബർ അതിനകത്ത് എംബഡി ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഒരു വസ്തുവിന് മൂല്യം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു കൊമോഡിറ്റി എന്ന് പറയുന്നത്, ഒരു കൊമോഡിറ്റിയുടെ യൂസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, മൂല്യം ഉണ്ടാകുന്നത് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള നീഡിനെ ഫുൾഫില്ല് ചെയ്യുമ്പോഴായിരിക്കും. അല്ലാതെ ഒരു നീഡ് ഫുൾഫില്ല് ചെയ്യാത്ത ഒരു സാധനത്തിന് യൂസ്ഫുൾനെസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതായത് സമൂഹത്തിൽ ഓരോ വസ്തുവിനും പ്രത്യേകിച്ച് അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗം ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ അതിനൊരു മൂല്യം ഉള്ളൂ എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ യൂസ് വാല്യൂവിനെ കുറിച്ച് നമ്മുടെ മോറിസൺ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് യൂസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സർവീസ് റെൻഡർ ചെയ്യുന്ന ഒരു സാധനത്തിന് മാത്രമേ നമുക്ക് യൂസ് വാല്യൂ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ നമ്മളൊരു ഷൂ എന്ന് പറയുന്ന ഒരു കൊമോഡിറ്റിയാണ്. ആ കൊമോഡിറ്റിക്ക് എപ്പോഴാണ് യൂസ് വാല്യൂ ഉണ്ടാകുന്നത്, നമ്മളത് ഇടുന്ന സമയത്ത് അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ കല്ലും മുള്ളും ഒന്നും കൊള്ളാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എന്തെങ്കിലും ഒരു സർവീസ് റെൻഡർ ചെയ്യുന്ന ഒരു സാധനത്തിന് മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൊമോഡിറ്റിക്ക് മാത്രമേ യൂസ് വാല്യൂ ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ അതുപോലെ തന്നെ ഒരു കൊമോഡിറ്റി ഫുൾഫില്ല് ചെയ്യുന്ന നീഡ് മറ്റൊരു കൊമോഡിറ്റിക്ക് ഫുൾഫില്ല് ചെയ്യാനും കഴിയില്ല. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മൂല്യത്തെ നിർണ്ണയിക്കാം. ഇപ്പോൾ ഷൂവിന് പകരമായിട്ട് നമുക്കൊരു ക്ലോത്ത് എടുത്ത് കാലിൽ ചുറ്റി നടന്നു കഴിഞ്ഞാൽ ആ ഒരു നീഡ്, ഷൂവിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരിക്കലും ആ ക്ലോത്തിന് സാധിക്കണം എന്നില്ല. അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഓരോ മനുഷ്യർക്ക് ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു വസ്തുവിന് വരിക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആവണം എന്നില്ല. അതായത് ഒരു പെർട്ടിക്കുലർ നീഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വസ്തുവിന്റെ മൂല്യത്തെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ ഒരു ചില വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എയർ വാട്ടർ പോലുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സാധനങ്ങളും കുറച്ച് പ്രോഡക്റ്റുകളും യൂസ് വാല്യൂ ഉള്ള പ്രോഡക്റ്റുകളും ഉണ്ട്. സോ അതിനെയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റി നിർത്താം. കാര്യം നമുക്ക് വേണ്ടുന്നത് എന്താണ്, യൂസ് വാല്യൂ ഉള്ള കൊമോഡിറ്റീസ് മാത്രമാണ്. ഇത്തരത്തിൽ യൂസ് വാല്യൂ ഉള്ള മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് എയർ വാട്ടർ പോലുള്ള സാധനങ്ങൾ. അതിനൊക്കെ പെർട്ടിക്കുലർ ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് അല്ലെ. ഹ്യൂമൻ ബീങ്സിന് ജീവിക്കണമെങ്കിൽ എയറും വാട്ടറും ഒക്കെ നെസസറി ആണ്. അതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നീഡിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. എയറിന് പകരം എയർ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് മനസ്സിലാക്കുക. എയർ പോലെ അല്ലെങ്കിൽ വാട്ടർ പോലെ ഓരോ കൊമോഡിറ്റീസിനും ഓരോ സർവീസാണ് മനുഷ്യർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ മൂല്യത്തെ നമ്മൾ നിർണ്ണയിക്കുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വസ്തു യൂസ്ലെസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. സമൂഹത്തിന് പ്രയോജനമില്ലാത്ത ഒരു വസ്തുവിനെ നമ്മൾ ഉത്പാദിപ്പിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തരത്തിലുള്ള മൂല്യവും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ലേബർ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനും നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേബർ കൊടുക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ മൂല്യങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു കൊമോഡിറ്റിയുടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രിമിറ്റീവ് സൊസൈറ്റീസിലൊന്നും ഇത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂസിനനുസരിച്ച് കൃത്യമായിട്ടൊന്നും ആയിരുന്നില്ല നടക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്ചേഞ്ചിന് ഒരു ഫോം ഓഫ് കൊമോഡിറ്റി ആയിട്ട് മാറുന്നത്. സാധനം വിറ്റ്
അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ പ്രധാനമായിട്ട് വരുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലാണ്. കാര്യം എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം വന്നതോടുകൂടി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ അക്യുമുലേഷൻ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഇത് റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി, മൂല്യങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമാണ് ഒരു ലേബറിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഒരു കൊമോഡിറ്റി ആക്കി മാറ്റുന്നത്, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമാണ്. കാര്യം അവിടെ മാത്രമാണ് ഒരു മാർക്കറ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുക, അതിനൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക, അതിൽ നിന്നുള്ള ലാഭം എടുക്കുക, ഇത്തരത്തിലുള്ള തോട്ടെല്ലാം ആൾക്കാരിൽ വരാൻ തുടങ്ങിയ ഒരു ക്യാപിറ്റലിസത്തിന്റെ സമയത്താണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്യാപിറ്റലിസത്തിൽ ഈ ഒരു കൊമോഡിറ്റിക്ക് അത്രയും ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം, ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേബർ സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാതെ ഏതൊരു സാധനം നമ്മൾ പറഞ്ഞു അല്ലെ, കളിമണ്ണിന്റെ കാര്യം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ മാറ്റിയാൽ മാത്രമേ ആ വസ്തുവിന് എപ്പോഴും മൂല്യം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ഒരു വസ്തുവിൽ യൂസ്ഫുൾ ആയിട്ടൊരു ലേബർ കൊടുക്കുന്നത് അപ്പോഴും മാത്രമേ അതിന് യൂസ് വാല്യൂ കിട്ടുള്ളൂ. ഒരു സിമ്പിൾ ലേബർ എന്നതിന് പകരം യൂസ്ഫുൾ ലേബർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൊമോഡിറ്റിയുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊമോഡിറ്റിയെ കുറിച്ചാണ്. കൊമോഡിറ്റിയുടെ എന്തൊക്കെയാണ് അതിന്റെ യൂസ് വാല്യൂ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു കൊമോഡിറ്റി എന്ന് പറഞ്ഞാൽ, ഏതൊരു വസ്തുവിന് ഒരു സോഷ്യൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട് നമുക്കൊരു എക്കണോമിക് പ്രോഡക്റ്റിനെയാണ് നമ്മൾ കൊമോഡിറ്റി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് എപ്പോഴാണ് യൂസ് വാല്യൂ ഉണ്ടാവുന്നതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എപ്പോഴാണ് അതിന് യൂസ് വാല്യൂ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റി നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ്ഫുൾ ലേബർ എപ്പോൾ കൊടുക്കുന്നോ അപ്പോഴായിരിക്കും അതിനൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സിമ്പിൾ ടാസ്ക് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കുറച്ച് പണിയെടുത്ത് പണിപ്പെട്ട് സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തന്നെ അറിയാം, ഈ പല സാധനങ്ങൾക്ക് ഇപ്പം സിംപ്ലി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് പല ഫാബ്രിക്കിന് പല റേറ്റ് ആണ്. അപ്പൊ അതിനകത്ത് ചിലത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കും എന്നൊക്കെ പറയാറില്ല. സോ അത് തന്നെയാണ് കാര്യം. ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത്രയും എഫോർട്ടും ടൈമും നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ മൂല്യം എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇതൊരു യൂസ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണോ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേബർ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആയിട്ടുള്ള ഒരു ടൈമും എഫോർട്ടും നമ്മൾ ഒരു വസ്തുവിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും അതിന് യൂസ് വാല്യൂ ഉണ്ടാവുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ അത് സെർവ് ചെയ്യുന്ന ഒരു നീഡ് ഉണ്ടായിരിക്കും. ഒരു പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊന്നിന് വരാനായിട്ട് കഴിയില്ല. അതും അതിന്റെ മൂല്യത്തെ നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് അതുപോലെ മനുഷ്യരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വസ്തുവിനും യൂസ് വാല്യൂസ് ഉണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മളിപ്പോൾ എന്താണ് കൊമോഡിറ്റി എന്ന് പറഞ്ഞു, എന്താണ് ഒരു കൊമോഡിറ്റിയുടെ യൂസ് വാല്യൂ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് കൊമോഡിറ്റി. അതായത് നമ്മളൊരു ഫ്യൂഡൽ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ എക്സ്ചേഞ്ച് വാല്യൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. കാര്യം അവിടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ കൺസ്യൂം ചെയ്യുന്നു. പ്രൊഡക്ഷനും കൺസംഷനും മാത്രമായിരുന്നു ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അവിടെ മാറ്റർ ചെയ്യുന്ന എപ്പോഴും ഒരു വസ്തുവിന്റെ യൂസ് വാല്യൂ ആയിരിക്കും. അത് സമൂഹത്തിന് സെർവ് ചെയ്യുന്ന നീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ നീഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് പറഞ്ഞു. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു എക്സ്ചേഞ്ച് വാല്യൂവിന് സ്ഥാനം ഉണ്ടാകുന്നത്. അതായത് ഒരു വസ്തുവിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ നേരെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു ഫീച്ചർ ആയിട്ടാണ് എക്സ്ചേഞ്ച് വാല്യൂവിനെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയുന്നത്. എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വസ്തു ഏതെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ അതിന് നമ്മളൊരു മാർക്കറ്റിൽ മറ്റൊരു വസ്തുവുമായി ക്വാണ്ടിറ്റേറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനുണ്ടാവുന്ന മൂല്യം, അതിനെയാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് 1 കിലോ തേയിലയും 4 കിലോ അരിയുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. രണ്ടിന്റെയും എക്സ്ചേഞ്ച് വാല്യൂ എത്രത്തോളമാണ്? രണ്ടിനും കോമൺ പർപ്പസ് ഉണ്ട്. രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അരിയെ കമ്പയർ ചെയ്യുമ്പോൾ തേയിലയ്ക്ക് എത്രത്തോളം മൂല്യം കൂടുതലാണ് കുറവാണ് എന്നുള്ളതാണ്. ബിക്കോസ് ഇപ്പം 4 കിലോ അരിയും 1 കിലോ തേയിലയും എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. 1 കിലോ തേയില വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അരിയുടെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ അത്തരത്തിൽ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിലുള്ള മൂല്യം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അതിന്റെ എക്സ്ചേഞ്ച് ആ ഒരു വാല്യൂടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയേഷൻസിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ നമുക്ക് പറയാം ഒരു കൊമോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ അനുസരിച്ച്, അതായത് ഇവിടെ വരുമ്പോൾ യൂസ് വാല്യൂവിനെ പലപ്പോഴും മിനിമൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഓക്കെ. ദെൻ ഒരു കൊമോഡിറ്റിയെ അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ യൂസ് വാല്യൂ പലപ്പോഴും മിനിമൈസ്ഡ് ആയി പോകുന്നു എന്നതായിരുന്നു കാൾ മാർക്സിന്റെ ഒരു അഭിപ്രായം. കാര്യം യൂസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, അത് എന്താണ്, സർവീസ് റെൻഡർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു യൂസ് വാല്യൂ നിർണ്ണയിക്കുന്നത്. എന്നാൽ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും യൂസ് വാല്യൂവിനെ നള്ളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒന്നും അല്ലാതാക്കുന്ന ഒന്നാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന്. രണ്ട് പ്രോഡക്റ്റുകളെ തമ്മിൽ എന്താണ് മാറ്റി തിരിച്ച് വാങ്ങിക്കുമ്പോൾ അതിന് സൊസൈറ്റി എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സംഭവത്തിനകത്ത് അവർ പ്രധാനമായിട്ടും പറയുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് സമയത്തിനും പ്ലേസിനും അനുസരിച്ച് മാറാം. ഇപ്പോൾ നമുക്ക് അത് എക്സാക്റ്റ് ഒരു നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടുള്ള സ്വർണ്ണത്തിന്റെ വിലയല്ല ഇപ്പോഴുള്ളത്. ആൻഡ് അതുപോലെ തന്നെ പ്ലേസ് ടു പ്ലേസും അതിന് വേരിയേഷൻസ് ഉണ്ടാവും. പല സാധനങ്ങളും ഇവിടെ നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്താണ്, പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനും അതുപോലെ തന്നെ സമയത്തിനും കാലത്തിനും ഒക്കെ അനുസരിച്ച് ഓരോ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റിന്റെ എക്സ്ചേഞ്ച് വാല്യൂസിന് വ്യത്യാസങ്ങൾ വരാം എന്നാണ് പറയുന്നത്. മാർക്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഈ കൊമോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, അതിനൊരു ഡിസ്റ്റിങ്ക്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നീഡ്സിനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് ഓരോ കൊമോഡിറ്റിക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊമോഡിറ്റീസിനെ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാര്യം എക്സ്ചേഞ്ച് വാല്യൂവിനകത്ത് അവർ ചെയ്തത് ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ അരിയുടെയും എന്താണ് തേയിലയുടെയും കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് രണ്ടിനെയോടെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ യൂസ് വാല്യൂവിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കൊമോഡിറ്റിയെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സ്ചേഞ്ച് വാല്യൂസിലാണ് ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത്. അതിനൊരു ക്രിട്ടിക്കായിരുന്നു നമ്മുടെ കാൾ മാർക്സ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം പ്രധാനമായിട്ടും ഇതിന് കുറച്ചധികം കോൺസിക്വൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ യൂസ് വാല്യൂവിലെ അതിന്റെ യൂസിനെ പലപ്പോഴും അബ്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു വസ്തുവിന്റെ ഉപയോഗത്തിനനുസരിച്ചുള്ള മൂല്യത്തിൽ ഒരു കുറച്ചുകൂടെ അതിന്റെ യൂസ് എത്രത്തോളാണെന്നുള്ളത് വളരെ ചുരുങ്ങിയിട്ട് അത് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മൂല്യം എത്രയാണ് അതിന് മാത്രം എന്ത് ചെയ്യുന്നു, നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നു. ചില സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും കാണത്തില്ല, എന്നാൽ മാർക്കറ്റിൽ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വില കാണും. അപ്പൊ ആ ഒരു രീതിയിൽ അതിന്റെ യൂസിനെ എപ്പോഴും എന്ത് ചെയ്യുന്നു, നള്ളിഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത് എപ്പോഴും അബ്സ്ട്രാക്ട് ആയി പോകുന്ന ഒരു സാഹചര്യം, അത് ഈ എക്സ്ചേഞ്ച് വാല്യൂവിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് കാൾ മാർക്സ് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് ഇവിടെ ഇവർ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിനാണ് മൂല്യം കൊടുക്കുന്നത്. അതായത് ലേബർ ടൈമും അതുപോലെ തന്നെ ലേബർ പവറും, എത്രത്തോളം എന്താണ് സമയം എടുത്താണ് ഒരു വസ്തു നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ടാണ് ഒരു ലേബർ അതിനകത്ത് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെ മാത്രമാണ് ഇവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് പോലുള്ള കാര്യങ്ങളെ ഇവർ എന്ത് ചെയ്തിരുന്നില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. അതിനെല്ലാത്തിനും മാർക്സ് ഒരു ക്രിട്ടിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലേബർ, അതായത് ഓരോ വസ്തു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്തെന്ന് വരാം, അല്ലെങ്കിൽ എന്താണ് പല എഫേർട്ടുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പല തൊഴിലുകൾക്കും ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട് അല്ലെ. ഒരു ജോലി ചെയ്യുന്ന സെയിം എഫേർട്ടിലായിരിക്കണം എന്നില്ല മറ്റൊരാൾ ജോലി ചെയ്യുന്നത്. ടീച്ചിങ് ആയിരിക്കണം എന്നില്ല ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ചെയ്യണത്. അപ്പൊ രണ്ടും തമ്മിൽ എന്താണ് നല്ലൊരു വ്യത്യാസമുണ്ട്. എന്നാൽ എക്സ്ചേഞ്ച് വാല്യൂവിൽ ഇത്തരം മൂല്യങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നതായിരുന്നു മറ്റൊരു കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത്. അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലേബറിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ എന്താണ്, നമ്മളൊരു ഷൂ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ കോട്ട് നിർമ്മിക്കുന്നു, രണ്ടിലും എന്ത് ചെയ്യുന്നു, അവരവരുടെ ചെയ്യുന്ന ടൈമിന് എത്രത്തോളം ടൈം അവർ സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യത്തിന് മാത്രമാണ് അതിനകത്ത് കൺസിഡറേഷൻ കൊടുക്കുന്നത്. അല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന ക്വാളിറ്റേറ്റീവ് ഗുണങ്ങൾക്കൊന്നിനും അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്കില്ലോ അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ചെയ്യുന്ന സർവീസസ് എന്താണ് എന്നുള്ളതിന് പ്രോമിനൻസ് കൊടുക്കാതെ ഡിഫറെന്റ് ഇതിന് അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി, അവരെടുക്കുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. ആ ഒരു രീതിയിൽ മാത്രമായിട്ട് മാറും എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. അതായത് എക്സ്ചേഞ്ച് വാല്യൂ സിസ്റ്റം ക്യാപിറ്റലിസത്തിലാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്യാപിറ്റലിസത്തിൽ എന്താണ്, ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കുന്നു, അല്ലാതെ അവർ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെ കണക്കാക്കിയായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഏത് ജോലി ചെയ്തിരുന്നാലും എന്താണ്, കോട്ട് തുന്നുന്ന ആളായിക്കോട്ടെ ഷൂ മേക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അയാൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എത്ര എഫേർട്ട് ഇട്ടു അതിനായിരിക്കും ശമ്പളം കൊടുക്കുന്നത്. അതിൽ എന്താണ് എബിലിറ്റീസിനൊന്നും ഒരു പരിഗണന ചിലപ്പോൾ ഇതിനകത്ത് കിട്ടാറില്ല. അപ്പം രണ്ട് ഡിഫറെന്റ് ജോലികളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ലേബർ ടൈമിന്റെ അടിസ്ഥാനത്തിൽ. ആ എലിമിനേഷൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് മാറ്റുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, സോഷ്യൽ റിലേഷൻസിനെ ഇത് കാര്യമായ രീതിയിൽ അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സിംപ്ലി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുക അതിനെ വിൽക്കുക എന്നുള്ള നിലയിലേക്ക് മാത്രമായിട്ട് അത് മാറും. അല്ലാതെ എന്താണ് മറ്റൊരു സോഷ്യൽ റിലേഷൻസ് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും.
അതൊരു മാർക്കറ്റിംഗ് എന്ന നിലയിലേക്ക് മാത്രം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു വസ്തുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിൽ എത്താൻ കഴിയുന്നുണ്ടോ എങ്കിൽ അതിന് മൂല്യമുണ്ട്, അല്ലാതെ അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പല ഫുഡുകളെയും നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ മാർക്കറ്റിൽ നിന്ന് ബാക്കിലോട്ട് പോയിട്ട് KFC പോലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ടാണ്? അതിന് മാർക്കറ്റ് സ്പേസ് ഉണ്ട്. മാർക്കറ്റിലേക്ക് എത്താൻ കഴിയുന്ന സാധനങ്ങൾക്കായിരിക്കും യൂസ് വാല്യൂ എന്നുള്ള ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂവിന്റെ കോൺസെപ്റ്റ് ആണ് യൂസ് വാല്യൂ. അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് മാറും. ഒരു വസ്തുവിന് മാർക്കറ്റിൽ എത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിന് ആൾക്കാർ പർച്ചേസ് ചെയ്യും. മാർക്കറ്റിൽ എത്താൻ കഴിയാത്ത സാധനങ്ങൾ പുറകോട്ട് നിൽക്കും, അതിന് യൂസ് വാല്യൂ കുറയും. അപ്പം ഒരു വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതിന്റെ മാർക്കറ്റ് സ്പേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് എക്സ്ചേഞ്ച് വാല്യൂവിന്റെ ഒരു പ്രശ്നമായിട്ടാണ് കാൾ മാർക്സ് ചൂണ്ടിക്കാട്ടുന്നത്. ആൻഡ് ഈ ഒരു സോഷ്യൽ റിലേഷൻ പറയുമ്പോൾ അവിടെ റിലേഷൻസ് ഉള്ളത് ആർക്കൊക്കെയാണ്? ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിസ്റ്റിനും അതുപോലെ വർക്കറിനും ഇടയിലായിരിക്കും വരുന്നത്. ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണെന്ന് ഫ്യൂഡൽ സൊസൈറ്റീസിൽ അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയിലൊക്കെ ആണെങ്കിൽ അവരുടെ ചെയ്യുന്ന സ്കില്ലിനും അതുപോലെ തന്നെ അതിനൊക്കെ മൂല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ള പെയിന്റിങ്സിനൊക്കെ അത്രയും ഡിമാൻഡ് വരുന്നത്. നമുക്കറിയാം പിക്കാസോയുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ രാജാരവിവർമ്മയുടെ ചിത്രം അത്രയും ആർട്ടുകളാണ്. പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആർട്ടിന് അത്രയും മൂല്യമുള്ളത് അന്ന് അതിനെല്ലാത്തിനും വാല്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഡീപ് മീനിങ്സ്. അപ്പം ലിറ്റററി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത്രയും അല്ലെങ്കിൽ ആർട്ടിഷ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വാല്യൂസ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അതിനെ ഒരു സാധനത്തിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് ആ സാധനം വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതിന് മാത്രമായിരിക്കും പ്രോമിനൻസ് എന്ന് പറയുന്നത്. അതായത് വർക്കറും അതുപോലെ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിനനുസരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുക. ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യും? അയാൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ശമ്പളമായി ലേബേഴ്സിന് കൊടുക്കുന്നു. ആ ഒരു റിലേഷൻ മാത്രമേ അവിടെ എക്സിസ്റ്റ് ഉള്ളൂ. അതായത് ലേബേഴ്സിന്റെ സ്കില്ലിനോ അല്ലെങ്കിൽ അവരുടെ ഒരു എബിലിറ്റീസിനോ ഒന്നും വാല്യൂ ഇല്ലാതെ പകരം ഒരു ഫിസിക്കലായിട്ട് അവർ എത്രത്തോളം എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന തലത്തിലേക്ക് ഇതിനൊരു മാറ്റം വരും. അതാണ് എക്സ്ചേഞ്ച് വാല്യൂവിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഷിഫ്റ്റിലേക്ക്, അതായത് ടൈമും ലേബർ പവറും മാത്രം കൺസിഡർ ചെയ്യുന്നു, പല ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെയും അവിടെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് എക്സ്ചേഞ്ച് വാല്യൂവിനകത്ത് പറയുന്നത്. സോ ഇത്രയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൊമോഡിറ്റി എന്താണ്, യൂസ് വാല്യൂ എന്താണ്, എക്സ്ചേഞ്ച് വാല്യൂ എന്താണെന്നുള്ള കൺസെപ്റ്റിനകത്ത് പറയുന്നത്. സോ എക്സ്ചേഞ്ച് വാല്യൂവിന് പലപ്പോഴും കാൾ മാർക്സ് ഒരു ക്രിട്ടിക് എന്ന നിലയിലാണ് നിലകൊണ്ടിട്ടുള്ളത്. അതിനകത്തുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾക്ക് അദ്ദേഹം അഗെയിൻസ്റ്റ് ആയിരുന്നു. കാര്യം മനുഷ്യന്റെ ഇമോഷൻസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിന്, പേഴ്സണൽ ഡെവലപ്മെന്റിന് വാല്യൂ കൊടുക്കാതെ ലാഭം എന്നുള്ളൊരു സെൻസിൽ മാത്രമാണ് എക്സ്ചേഞ്ച് വാല്യൂസിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് കൊമോഡിറ്റിയുടെ എക്സ്ചേഞ്ച് വാല്യൂസിന് പലപ്പോഴും കാൾ മാർക്സ് ഒരു ക്രിട്ടിക് ആയിട്ടുണ്ട്. സോ ഇനി ഇതിനകത്ത് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കാൾ മാർക്സിന്റെ കൊമോഡിറ്റി ഫെറ്റിഷിസം പോലെയുള്ള കൺസെപ്റ്റുകളാണ്. സോ അത് അടുത്തൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.